ഒരുപക്ഷെ 2002 നിങ്ങളുടെ രക്ഷിതാക്കളുടെ പേരുണ്ടായിക്കൊള്ളുന്നില്ല. അപ്പൊ നമ്മുടെ വീടുകളിലേക്കൊക്കെ ഇനി BLOമാര് വരും. ഞാൻ ഈ പറയുന്ന വിഷയം ശരിക്കും മനസ്സിലാക്കണം. ഈ അപേക്ഷ കൊടുക്കുമ്പോൾ അത് പരിഗണിക്കാനും പരിഗണിക്കാതിരിക്കാനും ഒക്കെ ഉള്ള അധികാരം ഈ ബ്ലോക്ക് ലെവൽ ഓഫീസർക്കാർ, അതുപോലെ തന്നെ ഇലക്ഷൻ രജിസ്ട്രേഷൻ ഓഫീസർ എന്ന് പറയുന്ന ERO എന്ന് പറയുന്ന ഓഫീസർ മണ്ഡലത്തിലുണ്ടാവും. അയാൾക്ക് നിങ്ങളിതിൽ ചേർക്കണോ ചേർക്കണ്ടയോ എന്ന് തീരുമാനിക്കാം. ഇങ്ങനെ ഒരുപാട് ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് ഇപ്പൊ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ കയ്യിലൊക്കെ ആധാർ ഉണ്ടാവും, ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടാവും, എല്ലാം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിലും നമ്മുടെ വോട്ടർ പട്ടികയിൽ നമ്മുടെ പേരില്ലെങ്കിൽ ഇതൊക്കെ കൊടുത്തിട്ട് നമ്മൾ രണ്ടാമത് വോട്ട് ചേർക്കണം എന്നാണ് പറയുന്നത്. ഇങ്ങനെ ചേർക്കണമെന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം, നവംബർ 4 മുതൽ ഡിസംബർ 4 വരെ നമ്മുടെ വീടുകളിൽ ഈ കടലാസുകളൊക്കെ കൊണ്ടുതരും. അത് കഴിഞ്ഞ് ഡിസംബർ 9 കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. ഡിസംബർ എന്ന് പറഞ്ഞാൽ ഇത് നവംബറായി, അടുത്ത മാസം 9-ാം തീയതി വോട്ടർ പട്ടിക ഇറങ്ങും. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ അല്ല ഞാൻ പറയുന്നത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടിക റെഡിയാണ്, നിങ്ങളൊക്കെ വോട്ട് ചെയ്യും, അതല്ല ഞാൻ പറയുന്നത്. ഡിസംബർ 9 പുറത്തിറങ്ങുന്ന വോട്ടർ പട്ടികയിൽ നിങ്ങളെ പേരില്ലെങ്കിൽ ജനുവരി 8 വരെ നിങ്ങൾക്ക് പരാതി കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഡിസംബർ കഴിഞ്ഞ് ജനുവരിക്ക് ഒരു മാസമേ ഉള്ളൂ. അത് കണ്ടുപിടിച്ച് പരിശോധിക്കേണ്ട ആൾക്കാരാരാ? നമ്മളാണ്. പക്ഷെ നമ്മളാരും ശ്രദ്ധിക്കാറില്ല. അത് ശ്രദ്ധിക്കൽ ആരാണ്? നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകര്, പൊതുപ്രവർത്തകരൊക്കെയാണ് ശ്രദ്ധിക്കാറുള്ളത്. പക്ഷെ ഈ പൊതുപ്രവർത്തകർ ഈ സമയത്ത് ഭയങ്കര തിരക്കിലാണ്. അവരിപ്പോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ തിരക്കിലാണ്. ഈ തിരക്കിൽ ചെറിയൊരു സമയം തന്നിട്ട് ഇപ്പൊ തന്നെ ഇങ്ങനെ ഒരു പരിശോധന നടത്താൻ എന്തിനാ ഗവൺമെന്റ് വരുന്നത്? ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം ഒരുപാട് ആളുകളുടെ വോട്ട് അതിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. ഫെബ്രുവരി മാസം 7-ാം തീയതി, അടുത്ത ഫെബ്രുവരി എന്നാണ്, നവംബറായി, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി 3 മാസം ഉണ്ട് നമ്മൾ കരുതും. 3 മാസം ഇല്ല, ശരിക്കും ഒരു മാസമേ നമുക്ക്. ജനുവരി 8 മുതൽ ഫെബ്രുവരി മാസം 7-ാം തീയതി അന്തിമ വോട്ട് പ്രസിദ്ധീകരിക്കുന്ന സമയം വരെ നമ്മളെ സംബന്ധിച്ച് ഡിസംബർ 9, 8, ജനുവരി 8 ഒരു മാസം പരാതി കൊടുക്കാൻ പറ്റുള്ളൂ. ആ പരാതി കൊടുത്താൽ തന്നെ നമ്മൾ അതിന്റെ ഹിയറിംഗിന് പോകണം. എന്നിട്ട് ഓഫീസറുടെ മുമ്പിൽ ഈ രേഖകളൊക്കെ തെളിയിക്കണം. നമ്മൾ ആൾക്കാരെന്ത് ചെയ്യും? അത്രയൊക്കെ കഷ്ടപ്പെട്ട് ഇപ്പൊ എന്തിനാ വോട്ടുണ്ടാക്കുന്നതെന്ന് വിചാരിക്കും. അങ്ങനെ വോട്ട് നഷ്ടപ്പെട്ട് പട്ടിക ഇറങ്ങി. ആസാമിൽ എന്താ സംഭവിച്ചത്? ഇപ്പൊ ബീഹാറിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? വോട്ടർ പട്ടികയിൽ പേരില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഇന്ത്യൻ പൗരനല്ല. നിങ്ങൾ ഇന്ത്യൻ പൗരനല്ലാതെ വന്നാൽ ഈ രാജ്യത്ത് നിന്ന് നിങ്ങൾ പുറത്തു പോകേണ്ട ഒരു അവസ്ഥ വരും. ആസാമിൽ വന്നു. ഡിറ്റൻഷൻ സെന്ററിലെ ആളുകൾ, ഡിറ്റൻഷൻ സെന്റർ എന്ന് പറഞ്ഞാൽ ജയിലാണ്. നിങ്ങൾ ഇന്ത്യൻ പൗരനല്ലെങ്കിൽ നിങ്ങളെ ജയിലിൽ കൊണ്ടുപോയിടും. ഭക്ഷണവും സൗകര്യവും പൂർണ്ണമായി ലഭ്യമാകാതെ ഒരുപാട് സഹോദരിമാരും സഹോദരന്മാരും ആസാമിൽ ജയിലിൽ കിടക്കുന്നുണ്ട്. നല്ല പേരാ ഡിറ്റൻഷൻ സെന്റർ എന്ന പേര്, പക്ഷെ ജയിലാണ്. പശ്ചിമ ബംഗാളിൽ നിന്ന് ഒരുപാട് ആളുകളെ പുറത്താക്കി, കോടതി ഇടപെട്ട് ചില ആൾക്കാർ കൊണ്ടുവരുന്നുണ്ടോ നിങ്ങൾ? ആസാമിൽ നടപ്പാക്കിയപ്പോ ബഹുഭൂരിപക്ഷം ആളുകളും പുറത്തുപോയി. പക്ഷെ അവിടെ പുറത്തായ കൂട്ടത്തിൽ നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകൾ കുറെ ഉണ്ടായിരുന്നു. ആ സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകൾ ഒരുപാടുണ്ടായിരുന്നത് കൊണ്ട് തൽക്കാലം അത് അവിടെ നടപ്പാക്കാൻ അവർ മടിച്ചു. കോടതികളിലായി, കേസായി, പ്രശ്നങ്ങളായി, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുന്ന ഒരു കാര്യം, നമ്മൾ ഈ പറയുന്ന രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് രാജ്യത്ത് നമുക്ക് നിലനിൽപ്പിനുള്ളതാണ്. വോട്ട് ചെയ്യുക, എന്തിനാ വോട്ട് ചെയ്യുന്നത്, എന്തിനാ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. അവരോർക്കണം, നമ്മുടെ രാജ്യത്തെ പൗരന്മാരായി നമുക്ക് നിൽക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശമാണ് നമ്മുടെ വോട്ടവകാശം, അല്ലെങ്കിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ നമ്മുടെ പേര് വരല്. അല്ലെങ്കിൽ നിങ്ങൾ നാളെ ഇന്ത്യൻ പൗരന്മാരാവൂല. നിങ്ങൾക്ക് ഇപ്പത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ആസാമിലും ജനങ്ങൾ എങ്ങനെയായിരുന്നു? ആസാമിൽ നടപ്പാക്കിയ സമയത്ത് അവിടെ പ്രകൃതി ദുരന്തമൊക്കെയുള്ള സമയം ആരും ശ്രദ്ധിച്ചില്ല. ബീഹാറിൽ വന്നപ്പോഴും അങ്ങനെ തന്നെ. ബീഹാറിൽ വെള്ളപ്പൊക്കമുള്ള സമയത്താണ് നടപ്പാക്കിയത്, കുറഞ്ഞ സമയം കൊടുത്തു. ഈ രീതിയിൽ ആളുകൾ ഇത് ചേർക്കാൻ മടിച്ചിട്ടും അവർക്ക് സമയം കിട്ടാതെയും ലിസ്റ്റ് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം പൌരത്വം ചോദിച്ചു. ഇന്ത്യൻ പൌരനാണെന്ന് തെളിയിക്കുന്നതിന്റെ വോട്ടർ ലിസ്റ്റ് ആധാരമാക്കുന്ന ഒരു പുതിയ നിയമമാണ് ഈ കൊണ്ടുവരുന്നത്. എന്ന് പറഞ്ഞാൽ പൌരത്വ ബില്ലിനെതിരെ നമ്മൾ സമരം ചെയ്തില്ലേ, ആ പൌരത്വ നിയമം വേറൊരു മാർഗത്തിലൂടെ നടപ്പാക്കാൻ പോവുകയാണ്. ഞാൻ സമയക്കുറവുകൊണ്ട് അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞാൽ ഏതാൾക്കും മനസ്സിലാവും. ആണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്.